ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റയാണ്. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് സ്റ്റഡിങ് ദ ടാബുലേറ്റഡ് മെറ്റീരിയൽ ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ഇൻഹറൻറ്റ് ഫാക്റ്റ് ആൻഡ് മീനിങ്. അതായത് നമ്മൾ ടാബുലേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് ടേബിൾ ഫോർമാറ്റിലേക്ക് ആക്കിയിരിക്കുന്ന മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഒക്കെ എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ടേബിൾ തന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞതും, അതായത് എന്താണ് നമുക്ക് ആ ടേബിളിൽ നിന്ന് എന്താണോ മനസ്സിലായി അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചുരുക്കി ഷോർട്ട് ഫോമിൽ എഴുതുന്നതിന് പറയുന്നതാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന്. അപ്പോൾ അതായത് ടാബുലർ ഫോമിൽ തന്നിരിക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ മീനിങ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് എഴുതുന്നതിന് പറയുന്നതാണ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്താണെന്നാണ് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഈസ് ദ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാരിയബിൾസ്. അതായത് നമ്മൾ വാരിയബിൾസിനെ കുറിച്ച് പഠിക്കുന്നത്, ഡിസ്ക്രിപ്റ്റീവ് എന്ന് മീൻസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതിന് അല്ലെങ്കിൽ വാരിയബിൾസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അനാലിസിസ് ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ ഫിനോമിന അണ്ടർ ദ സ്റ്റഡി. അതായത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് മെയിനായിട്ട് സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാരിയബിൾസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, അതിൻ്റെ നേച്ചർ എന്താണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂണിഡയമെൻഷണൽ അനാലിസിസ്, ബൈവേരിയേറ്റ് അനാലിസിസ് ആൻഡ് മൾട്ടിവേരിയേറ്റ് അനാലിസിസ്. അതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നതാണ് യൂണിഡയമെൻഷണൽ അനാലിസിസ്. യൂണിഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ. യൂണിഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് വൺ വേരിയബിളിനെ ആയിരിക്കും. വൺ വേരിയബിളിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെ പറയുന്നതാണ് യൂണിഡയമെൻഷണൽ അനാലിസിസ് എന്ന്. യൂണിഡയമെൻഷണൽ അനാലിസിസിൽ വരുന്നതാണ് ആവറേജ്, ഡിസ്പേഴ്സൺ, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ഒക്കെയാണ് യൂണിഡയമെൻഷനിൽ പറയുന്നത്. അപ്പോൾ ആവറേജ് എങ്ങനെയാണ് കാണുക, ഡിസ്പേഴ്സണൊക്കെ നിങ്ങൾ ക്യൂട്ടിയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് യൂണിഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ദ സ്റ്റഡി റിലേറ്റഡ് വിത്ത് എ വൺ വേരിയബിൾ, ഒരു വേരിയബിളിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനെ പറയുന്നതാണ് യൂണിഡയമെൻഷൻ. അപ്പോൾ ബൈവേരിയേറ്റ്, നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നതാണ് ബൈവേരിയേറ്റ് അനാലിസിസ്. ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈവേരിയേറ്റിൽ തന്നെ നമുക്ക് ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവേണ്ട ടു വാരിയബിൾസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണ്, ടു വാരിയബിൾസിനെ കുറിച്ചായിരിക്കും നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. അതിനെ പറയുന്നതാണ് ബൈവേരിയേറ്റ് അനാലിസിസ് എന്ന്. അതേപോലെ തന്നെ ബൈവേരിയേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബൈവേരിയേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബൈവേരിയേറ്റ് അനാലിസിസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് രണ്ട് വാരിയബിൾസ് ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് ആൻഡ് വൈ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് ദ എംപിരിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അതായത് ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് വേരിയബിൾസാണ് ഉണ്ടാവുന്നത്, എക്സ് ആൻഡ് വൈ. അതിൻ്റെ എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാണ് ബൈവേരിയേറ്റ് അനാലിസിസിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബൈവേരിയേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്റ്റഡി റിലേറ്റഡ് വിത്ത് ടു വേരിയബിൾസ് ഈസ് കോൾഡ് ബൈവേരിയേറ്റ് അനാലിസിസ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ക്വാണ്ടിറ്റി അനാലിസിസ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ടു വേരിയബിൾസ് ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമൈൻ ദ എംപിരിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദാറ്റ് വേരിയബിൾ. ഇതാണ് ബൈവേരിയേറ്റ് അനാലിസിസിൽ പറയുന്നത്. ഇനി ബൈവേരിയേറ്റ് അനാലിസിസിൽ വന്നിരിക്കുന്നതാണ് കോറിലേഷൻ, കാഷ്വൽ അനാലിസിസ്, അനോവ ആൻഡ് കൈ സ്ക്വയർ ടെസ്റ്റ്. ഇതാണ് നമ്മൾ 4 വേരിയബിൾസ് ബൈവേരിയേറ്റ് അനാലിസിസിൽ വരുന്നത്. ഈ ബൈവേരിയേറ്റ് അനാലിസിസിൽ ഫസ്റ്റ് വണ്ണായ കോറിലേഷൻ അനാലിസിസ്. കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ടൂൾ which is used to describe the degree to which the variable is linearly related with each other. The study is the joint variation of two or more variables. അതായത് കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മാത്തമാറ്റിക്കൽ ടൂളാണ്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാനാണ്, ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ കോറിലേഷൻ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയാം ഇറ്റ് സ്റ്റഡി ദ ജോയിൻറ്റ് വേരിയേഷൻ ഓഫ് ടു ഓർ മോർ വേരിയബിൾസ്. കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വേരിയേഷനെ പറയുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡീനെ പറയുന്നതാണ് കോറിലേഷൻ എന്ന്.
അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മാത്തമെറ്റിക്കൽ ടൂൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഡിഗ്രി ഓഫ് വിച്ച് ദ വേരിയബിൾസ് ഈസ് ലീനിയർലി റിലേറ്റഡ് വിച്ച് ഈച്ച് അതർ. അതായത് ഒരു വേരിയബിൾ വേറൊരു വേരിയബിളിനായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻ അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ നമ്മൾ മെയിനായിട്ട് കോറിലേഷൻ അനാലിസിസ് നമ്മൾ നടത്തുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് റിഗ്രഷൻ അല്ലെങ്കിൽ കാഷ്വൽ അനാലിസിസ്. റിഗ്രഷൻ അല്ലെങ്കിൽ കാഷ്വൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹൗ വൺ ഓർ മോർ വേരിയബിൾ എഫക്റ്റ് ചേഞ്ചസ് ഓഫ് അനദർ വേരിയബിൾ. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് സ്റ്റഡി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ അതിലധികമോ വേരിയബിളിൽ വരുന്ന ചേഞ്ചസ് മറ്റു വേരിയബിൾസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ റിഗ്രഷനിൽ പഠിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എങ്ങനെ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ വേരിയബിൾസിൽ ചേഞ്ച് വരുമ്പോൾ അത് എങ്ങനെ മറ്റു വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യുന്നു, അതാണ് നമ്മൾ റിഗ്രഷനിൽ പഠിക്കുന്നത്. പിന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. അതായത് ഇതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വിച്ച് helps of which we are the position of estimate and predict the unknown values of one variable from unknown values from another variable. This analysis is more important in experimental research. അതായത് കാഷ്വൽ അനാലിസിസ് അല്ലെങ്കിൽ റിഗ്രഷൻ അനാലിസിസ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഫീൽഡിലാണ്? എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ ഫീൽഡിലാണ് നമ്മൾ മെയിനായിട്ട് റിഗ്രഷൻ അല്ലെങ്കിൽ കാഷ്വൽ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത് വഴി നമുക്ക് ഫ്യൂച്ചറൊക്കെ ഒരുവിധം പ്രെഡിക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാഷ്വൽ അനാലിസിസ്. അപ്പോൾ കാഷ്വൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ അതിലധികമോ വേരിയബിളിൽ വരുന്ന ചേഞ്ചസ് മറ്റു വേരിയബിൾസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഇത് മെയിനായിട്ട് എക്സ്പെരിമെൻ്റൽ റിസർച്ചിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഷോ ചെയ്യണത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 or അതിലധികമോ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അനോവ. അനോവ മീൻസ് അനാലിസിസ് ഓഫ് വേരിയൻസ്. അനോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. ANOVA is the assessment of average of two set of data statistically depends upon each other. അതായത് അനോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസ് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെറ്റ് ഓഫ് ഡാറ്റയുടെ ആവറേജ് ആണ് അനോവയിൽ നമ്മൾ അസസ് ചെയ്യുന്നത്. നമ്മൾ അനോവ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് അനോവ അതായത് അനാലിസിസ് ഓഫ് വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കണത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിൾ എങ്ങനെ അതർ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അനോവ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 or അതിലധികമോ ഡാറ്റാസിൻ്റെ അസസ്മെൻ്റ് ആണ് അനോവ വഴി നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ സ്റ്റാറ്റിസ്റ്റിക്കലി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മൾ അനോവയിൽ നോക്കുന്നത്. നെക്സ്റ്റ് ബൈവേറ്റ് അനാലിസിസിലെ ലാസ്റ്റ് കാറ്റഗറി വരുന്നതാണ് കൈ-സ്ക്വയർ ടെസ്റ്റ്. കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ ടെസ്റ്റ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 കാറ്റഗറിയൽ വേരിയബിൾസ്. അതായത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 2 വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 കാറ്റഗറിയൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് പറയാം ദ കമ്പ്യൂട്ടേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഇൻ 1 or more കാറ്റഗറീസ്. അതായത് നമ്മുടെ കൈ-സ്ക്വയർ ടെസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ എങ്ങനെയാണ് നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസീസും അതേപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റ് ആൻസർ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ എന്നിട്ട് കൈ-സ്ക്വയർ ടെസ്റ്റിൽ പറയുന്നത് കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ടെക്നിക്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും അതായത് 1 or അതിലധികമോ കാറ്റഗറിയിലുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസിൻ്റെയും അതേപോലെ തന്നെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസിൻ്റെ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കൈ-സ്ക്വയർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 കാറ്റഗറീസാണ് നമ്മുടെ ബൈവേരിയറ്റ് അനാലിസിസിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കോറിലേഷൻ അനാലിസിസ്, സെക്കൻഡ് വൺ ഈസ് റിഗ്രഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് അനോവ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കൈ-സ്ക്വയർ
ടെസ്റ്റ്. ദീസ് ആർ ദ 4 categories. അപ്പോൾ ഇനി നമുക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്, മൾട്ടിവേരിയറ്റ് അനാലിസിസ്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ അകത്ത് കുറച്ചും കൂടി കൂടുതൽ പോയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൻ്റെ യൂണിഡയമെൻഷണൽ ആൻഡ് മൾട്ടിവേരിയറ്റ് അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞത്. താങ്ക് യു.